സഹീഹ് മുസ്ലിമിലെ 8A നമ്പറിൽ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ വലിയൊരു ഹദീസാണ്. ആ ഹദീസിൽ പറയുന്ന ഒരു കാര്യം അതാണ് പ്രവചനമായിട്ട് പൊക്കിക്കൊണ്ടുവരുന്നത്. ചെരുപ്പില്ലാത്ത വസ്ത്രമില്ലാത്ത ദരിദ്രരായ ഇടയന്മാർ ഉയരം കൂടിയ കെട്ടിടങ്ങൾ പണിയുന്നതിൽ മത്സരിക്കും. അന്ത്യവിധിനാൾ സംഭവിക്കുകയില്ല ഈ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്ന ഒരു കാര്യമാണ്. ചെരുപ്പിടാത്ത ദരിദ്രരായിട്ടുള്ള വസ്ത്രമില്ലാത്ത ഇടയന്മാരായിട്ടുള്ള ആളുകൾ ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ മത്സരിക്കുമെന്ന്. അത് ഇന്നത്തെ ഗൾഫിലെ അറബികൾ അവർ ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനെ ആണ് പ്രവചിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു വേഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേഗ് സ്റ്റേറ്റ്മെന്റ്. കാരണം നമ്മുടെ ഒരു മാനദണ്ഡം അനുസരിച്ച് ഇതിനും ഒരു വ്യക്തതയോ കൃത്യതയോ ഇല്ല. ഇതൊരു കൃത്യമായ സമയപരിധി പറയുന്നില്ല. എവിടെ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നില്ല. ഇടയന്മാർ അറേബ്യയിൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഇടയന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, അറേബ്യയിൽ മാത്രമല്ല. ഓക്കെ, ഹദീസിൽ പറഞ്ഞു, പക്ഷെ അത് നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ആളുകളെ കുറിച്ചാണ് എന്നത് എന്താണ് തെളിവ്? ഇതേ കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം ചോദിക്കുകയാണ്, പ്രവാചകരെ, ആ ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നഗ്നപാതരായിട്ടുള്ള ആട്ടിടന്മാരായിട്ടുള്ള ആ ആളുകൾ അതാരാണ് പ്രവാചകരെ? അതിന് മറുപടി കൊണ്ട് പ്രവാചകൻ പറയാണ് അറബികൾ. ഇത് അറബികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്നുള്ളത് പ്രവാചകന്റെ ഈ ഹദീസിൽ, ഓതന്റിക് ആയിട്ടുള്ള ഈ ഹദീസിൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് സ്പെസിഫിക് ആയിട്ട് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് മാത്രം പറയുന്ന പ്രവചനമാണ് കാര്യമാണ് എന്ന് പറയുന്നത്. ഇടയന്മാർ അറേബ്യയിൽ മാത്രമല്ലല്ലോ ഉള്ളത്. ഇടയന്മാർ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, അറേബ്യയിൽ മാത്രമല്ല. ഇന്നത്തെ ഗൾഫ് രാഷ്ട്രങ്ങളും രാഷ്ട്ര ഭരണാധികാരികളും അവരുടെ പാരമ്പര്യം ഈ ഒരു ബദുവിൻ ഗോത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അതിലെ അബുദാബി അൽ നഹ്യാൻ കുടുംബമാണ് അവിടെ ഭരിക്കുന്നത്. അതേപോലെ തന്നെ ദുബായിൽ അൽ മക്തും കുടുംബമാണ്. ഈ രണ്ട് കുടുംബത്തിൻ്റെയും പാരമ്പര്യം വരുന്നത് ബനിയാസ് എന്നുള്ള അറേബ്യൻ ബദുവിൻ ഗോത്രത്തിൽ നിന്നാണ്. അതായത് ബദുവിൻ ഗോത്രത്തിന്റെ പരമ്പരയാണ് ഇപ്പോഴുള്ള അബുദാബിയും ദുബായും ഭരിക്കുന്നത്. അതേപോലെ തന്നെ ഖത്തർ ഭരിക്കുന്നത് അൽത്താനി കുടുംബമാണ്. ഈ അൽത്താനി കുടുംബം വരുന്നത് തമീം ഗോത്രത്തിൽ നിന്നാണ്. തമീം ഗോത്രം എന്നുള്ളത് അറേബ്യയിൽ അറിയപ്പെടുന്ന വലിയ ബദുവിൻ കുടുംബമാണ് എന്ന് മാത്രമല്ല പ്രവാചകൻ ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു ഗോത്രം കൂടിയാണ് തമീം ഗോത്രം. സൗദി അറേബ്യ ഭരിക്കുന്നത് അൽ സൗദ് കുടുംബമാണ്. ഇത് വരുന്നതും ദിരിയ എന്നുള്ള അറേബ്യൻ ബദുവിൻ ട്രൈബിൽ നിന്നാണ്.